ഭഗവാൻ വിഷ്ണുവിന്റെ ഏറ്റവും ശക്തമായ ആയുധമായ സുദർശനചക്രത്തിന്റെ ചൈതന്യത്തെ ആരാധിക്കുന്നതാണ് സുദർശനമന്ത്രം. തിന്മകളെ നശിപ്പിക്കാനും ഭക്തരെ സംരക്ഷിക്കാനും ഈ മന്ത്രത്തിന് സമാനതകളില്ലാത്ത കരുത്തുണ്ടെന്നാണ് വിശ്വാസം. സുദർശന മന്ത്രത്തെക്കുറിച്ചുള്ള പൂർണ്ണരൂപം താഴെ നൽകുന്നു. 1. ഉത്ഭവം, ഓറിജിൻ. സുദർശനചക്രം കേവലം ഒരു ആയുധമല്ല, അത് ഭഗവാൻ വിഷ്ണുവിന്റെ ഇച്ഛാശക്തിയുടെയും പ്രപഞ്ചത്തിലെ ചലനാത്മകതയുടെയും പ്രതീകമാണ്. സുദർശന ശുഭകരമായത് എന്നും ദർശനം എന്നാൽ കാഴ്ച എന്നുമാണ് അർത്ഥം. അതായത് ശരിയായ ദർശനം നൽകുന്ന ഒന്നാണ് സുദർശനം. അഹിർബുദ്ധ്യ സംഹിത പോലുള്ള പുരാതന ഗ്രന്ഥങ്ങളിലാണ് സുദർശന ആരാധനയെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്നത്. 2. ശക്തി, പവർ. നശീകരണ ശക്തി, ശത്രുദോഷം, ദുർമന്ത്രവാദം, കണ്ണേറ് എന്നിവയെ ഭസ്മീകരിക്കാൻ ഈ മന്ത്രത്തിന് ശേഷിയുണ്ട്. സംരക്ഷണ കവചം. ഒരു സംരക്ഷണ കവചം പോലെ ഇത് ഭക്തനെ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാക്കുന്നു. ആന്തരിക ശുദ്ധി, ബാഹ്യശത്രുക്കളെ മാത്രമല്ല ഉള്ളിലെ കാമക്രോധലോഭമോഹാദികളെയും നശിപ്പിക്കാൻ ഈ മന്ത്രം സഹായിക്കുന്നു. 3. ഗുണങ്ങൾ, ബെനിഫിറ്റ്സ്. ശത്രുദോഷപരിഹാരം. അറിഞ്ഞും അറിയാതെയും ഉള്ള ശത്രുക്കളിൽ നിന്നുള്ള ഭയം ഇല്ലാതാകുന്നു. രോഗശാന്തി. മാറാരോഗങ്ങളിൽ നിന്നും മാനസിക വിഷമങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു. വിജയം. തടസ്സങ്ങൾ നീങ്ങി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സഹായിക്കുന്നു. ഭയമുക്തി. അകാരണമായ പേടി, ദുസ്വപ്നങ്ങൾ എന്നിവ ഇല്ലാതാകുന്നു. 4. ജപം, ദ മന്ത്ര. പ്രധാനമായും 2 രീതിയിലാണ് സുദർശനമന്ത്രം ജപിക്കാറുള്ളത്. സുദർശന ഗായത്രി മന്ത്രം. ഓം സുദർശനായ വിദ്മഹേ മഹാജ്വാലായ ധീമഹി തന്നോ ചക്ര പ്രചോദയാത്. സുദർശന മൂലമന്ത്രം വളരെ ശക്തം. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്തേ ജ്വാലാപരീതായ സർവദിക്കോഭണകരായ ഹും ഫട്ട് സ്വാഹ. 5. ദീക്ഷ വേണോ? ഈസ് ഇനിഷ്യേഷൻ റിക്വയർഡ്? സുദർശനം എന്നത് ഒരു ഉഗ്രമൂർത്തി സങ്കല്പമാണ്. അതിനാൽ ഗായത്രി മന്ത്രം ശുദ്ധിയോടെയും ഭക്തിയോടെയും സാധാരണക്കാർക്കും ജപിക്കാവുന്നതാണ്. ഇതിന് കർക്കശമായ ദീക്ഷയുടെ ആവശ്യമില്ല. മൂലമന്ത്രം. ഇത് വളരെ ശക്തമായ അക്ഷരങ്ങളടങ്ങിയതാണ്, ബീജാക്ഷരങ്ങൾ. അതിനാൽ മൂലമന്ത്രം ജപിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ, ഇനീഷ്യേഷൻ സ്വീകരിക്കുന്നത് ഉചിതമാണ്. മന്ത്രത്തിന്റെ ഊർജ്ജം കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കും. 6. ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സമയം. പുലർച്ചെ, ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ സന്ധ്യാസമയം ഏറ്റവും അനുയോജ്യം. ശുദ്ധി. ശാരീരികവും മാനസികവുമായ ശുദ്ധി നിർബന്ധമാണ്. കുളിച്ച് ശുദ്ധമായി കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നു ജപിക്കുക. ചിട്ട. വിഷ്ണുക്ഷേത്രത്തിലോ വീട്ടിൽ പൂജാമുറിയിലോ നെയ്വിളക്ക് തെളിയിച്ച് ജപിക്കുന്നത് ഗുണഫലം വർദ്ധിപ്പിക്കും. സുദർശന ഹോമം നടത്തുന്നതും സുദർശന അഷ്ടകം പാരായണം ചെയ്യുന്നതും അതിശക്തമായ ഫലങ്ങൾ നൽകുന്നവയാണ്. പൂർണ്ണമായ ഭക്തിയോടെ ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിച്ച് മന്ത്രം ജപിച്ചാൽ തീർച്ചയായും ഐശ്വര്യമുണ്ടാകും. സുദർശന മന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 രൂപങ്ങളും അവയുടെ ആഴത്തിലുള്ള അർത്ഥവും താഴെ നൽകുന്നു. സാധാരണയായി ആരാധനകളിൽ മൂലമന്ത്രവും ഗായത്രി മന്ത്രവുമാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. 1. സുദർശന മൂലമന്ത്രം, മൂലാമന്ത്ര. ഇതാണ് സുദർശന ചക്രത്തിന്റെ ഏറ്റവും ശക്തമായ മന്ത്രമായി കരുതപ്പെടുന്നത്. മന്ത്രം. ഓ നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്തേ ജ്വാലാപരീതായ സർവദിക്കോഭണകരായ ഹും ഫട്ട് സ്വാഹ. അർത്ഥം. ഓം നമോ ഭഗവതേ, പ്രപഞ്ചനാഥനായ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. മഹാസുദർശനായ മഹാശക്തനായ സുദർശന ചക്രരൂപത്തിന്. ദീപ്തേ ജ്വാലാപരീതായ, സൂര്യപ്രകാശത്തെ വെല്ലുന്ന തേജസ്സോടുകൂടിയ അഗ്നിജ്വാലകളാൽ ചുറ്റപ്പെട്ടവനെ. സർവദിക്കോഭണകരായ, എല്ലാ ദിശകളിലുമുള്ള തിന്മകളെയും അസുരശക്തികളെയും വിറപ്പിക്കുന്നവനെ, തകർക്കുന്നവനെ. ഹും ഫട്ട്. തടസ്സങ്ങളെയും ശത്രുക്കളെയും നശിപ്പിക്കാനുള്ള ആയുധത്തിന്റെ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന ബീജാക്ഷരങ്ങൾ. സ്വാഹ. ഈ പ്രാർത്ഥനയെ ഞാൻ സമർപ്പിക്കുന്നു. 2. സുദർശന ഗായത്രി മന്ത്രം, ഗായത്രി മന്ത്ര. മനസ്സിനെ ഏകാഗ്രമാക്കാനും ബുദ്ധിക്ക് ഉണർവ് ലഭിക്കാനും ഈ മന്ത്രം ജപിക്കുന്നു. മന്ത്രം. ഓം സുദർശനായ വിദ്മഹേ മഹാജ്വാലായ ധീമഹി തന്നോ ചക്ര പ്രചോദയാത്. അർത്ഥം. സുദർശനായ വിദ്മഹേ, സുദർശനമൂർത്തിയെ ഞാൻ അറിയാൻ ശ്രമിക്കുന്നു, അന്വേഷിക്കുന്നു. മഹാജ്വാലായ ധീമഹി, മഹാതേജസ്സുള്ള ആ ജ്വാലയെ ഞാൻ ധ്യാനിക്കുന്നു. തന്നോ ചക്ര പ്രചോദയാത്. ആ സുദർശന ചക്രം എന്റെ ബുദ്ധിയെയും ചിന്തകളെയും ശരിയായ ദിശയിലേക്ക് നയിക്കട്ടെ. മന്ത്രത്തിന്റെ സാരം. ഈ മന്ത്രങ്ങൾ കേവലം ശത്രുനാശത്തിനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ അഹങ്കാരം, ഭയം, അറിവില്ലായ്മ എന്നിവയെ നശിപ്പിച്ച് സുദർശനം, നല്ല കാഴ്ചപ്പാട് നൽകാനാണ് സഹായിക്കുന്നത്. ഭഗവാൻ വിഷ്ണുവിന്റെ കാരുണ്യവും സംരക്ഷണവും തേടുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണിത്. ശ്രദ്ധിക്കുക, മൂലമന്ത്രം പോലുള്ള ഉഗ്രമന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പൂർണ്ണമായ ശുദ്ധിയും ഭക്തിയും പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. മുതിർന്നവരിൽ നിന്നോ ഗുരുവപ്പന്മാരിൽ നിന്നോ ഉപദേശം തേടി ജപിക്കുന്നത് കൂടുതൽ ഗുണകരമാകും. പോലുള്ള ഭക്തിനിർഭരമായ അറിവുകൾക്കും മന്ത്രങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാകുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കെത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.